ഹലോ 2024 പുതുവർഷം. എല്ലാവരും ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ പുതുവർഷത്തിലേക്ക് കടന്നു അല്ലേ? എല്ലാവർക്കും 2024 ആദ്യം തന്നെ പുതുവത്സര ആശംസകൾ അറിയിക്കുന്നു. ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളെല്ലാവരും ആഘോഷിച്ചോ? അടിച്ചു പൊളിച്ചോ? ഞങ്ങളുടെ 2023 ക്രിസ്തുമസ് ആഘോഷം ചെറിയൊരു വീഡിയോ ആക്കി അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വീഡിയോ ആക്കിയത് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഹാപ്പി മൊമെൻറ്റ്സ് നാളത്തെ ഹാപ്പി മെമ്മറീസാണ്. അപ്പോൾ ആ ഹാപ്പി മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുത്ത് വയ്ക്കുന്നത്. ക്രിസ്തുമസ് ആഘോഷം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ രീതിയിലുള്ളൊരു സെലിബ്രേഷനൊന്നും അല്ല കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആഘോഷം, ഒരു ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ ഈ തിരക്കേറിയ സമയങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് കുറച്ച് സമയം നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒരുമിച്ച് ചേരുക, നമ്മൾ ഒരുമിച്ചൊരു കേക്ക് കട്ട് ചെയ്ത് ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് ട്രീ നമ്മൾ ഒരുമിച്ച് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, ക്രിസ്മസ് കരോളൊക്കെ വന്നിട്ട് നമ്മളെല്ലാവരും വീട്ടിലെല്ലാവരും ഒത്തുചേർന്ന് അത് കണ്ട് ആസ്വദിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഒത്തൊരുമയ്ക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫെസ്റ്റിവലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത്. അതൊക്കെ തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയൊരു സെലിബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ നിമിഷങ്ങളൊക്കെ നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, കൊച്ചു കൊച്ചു വലിയ സന്തോഷങ്ങൾ എൻ്റെ ഈ ക്യാമറയിൽ ഒപ്പിയെടുത്തതാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഓരോ ആഘോഷങ്ങൾക്കും ഓരോ നല്ല സന്ദേശങ്ങൾ നമ്മൾക്ക് തരാനുണ്ട്. ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ തന്നെ യേശുദേവൻ്റെ തിരുപ്പിറവി ദിനം. യേശുദേവനെ ഓർക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ, സഹനത്തിൻ്റെ, ത്യാഗത്തിൻ്റെയൊക്കെ നല്ല സന്ദേശമാണ് അല്ലേ? അപ്പോൾ ആ ഒരു സന്ദേശം പരത്തുന്ന ഈ ക്രിസ്മസ് ആഘോഷം നമ്മളെപ്പോഴും ഡിസംബർ തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു ക്രിസ്മസിൻ്റെ വൈബിലേക്ക് എത്തും. കാരണം ഡിസംബർ ആകാൻ വീട്ടിലൊക്കെ കുട്ടികൾ ഡിസംബർ ആകാൻ കാത്തിരിക്കുകയാണ്. ഡിസംബർ 1 തീയതി ആകുമ്പോഴേക്കും എപ്പോഴാണ് നമ്മൾ സ്റ്റാർ ഇടണേ, എപ്പോഴാണ് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യണേന്നൊക്കെയാണ് കുട്ടികൾ ആദ്യം ചോദിക്കുക. അപ്പോൾ ഡിസംബർ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഒരു ക്രിസ്മസ് സ്റ്റാർ ഇട്ട് ക്രിസ്മസ് ട്രീ ഒരുക്കി അവിടുന്ന് നമ്മുടെ ആ ഒരു ക്രിസ്മസ് വൈബ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. Hark how the bells, sweet silver bells, all seem to say, throw cares away. Christmas is here, bringing good cheer to young and old, big and the bold. Ding dong, ding dong, that is their song. With joyful ring, bell caroling. One seems to hear words of good cheer from everywhere, filling the air. Oh, holy Lord, raising the sound, oh, hail the days, all their tones. Gaily they ring while people sing songs of good cheer. Christmas is here. Merry, 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 merry Christmas. Merry, 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 merry Christmas. To hear words of good cheer from everywhere, filling the air. Oh, holy Lord, raising the sound. Oh, hail the days, all their tones. Gaily they ring while people sing songs of good cheer. Christmas is here. Merry, 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 merry Christmas. ഡിസംബർ 20 തീയതി ഒക്കെ ആകുമ്പോഴേക്കും തൊട്ടേ നമ്മൾ കരോളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അപ്പോൾ 2 കരോൾ എറണാകുളത്ത് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ 2 കരോൾ പത്തനംതിട്ടയിൽ വന്നു. അങ്ങനെ 4 ക്രിസ്മസ് കരോൾ ഇത്തവണ കുട്ടികൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ആസ്വദിക്കാൻ പറ്റി. ഡിസംബർ 22 തീയതി ആർജുനും ആരവനും സ്കൂൾ അടച്ചു. അപ്പോൾ ഞങ്ങൾ 23 തീയതി രാവിലെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയി, പത്തനംതിട്ടയിൽ പോയി. അവിടെ പപ്പയുണ്ട്, മമ്മിയുണ്ട്, പിന്നെ ഹസ്ബൻഡ് സിസ്റ്ററുണ്ട്, ചേച്ചിയുണ്ട്. ചേച്ചിയുടെ ഹസ്ബൻഡ് അബ്രോഡാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ചേച്ചിയുടെ മോളുണ്ട്, മീനുണ്ട്. പിന്നെ ഞങ്ങളും ചെന്നു, ഞങ്ങളെല്ലാവരും കൂടെ ക്രിസ്മസ് ആഘോഷിച്ചു. നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ചില ആഘോഷങ്ങൾക്ക് നമുക്ക് ആ ഒരു റിയൽ വൈബ് കിട്ടുന്നത് ആ ആഘോഷങ്ങളുടെ തലേ ദിവസമായിരിക്കും, ആ ഒരു മെയിൻ ഡേയേക്കാളും. ക്രിസ്തുമസിൻ്റെ തലേ ദിവസം 24 തീയതി വൈകിട്ടൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഒരു ഭയങ്കര ഹാപ്പി മൂഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫാമിലി ഫോട്ടോസൊക്കെ, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ക്രിസ്തുദേവൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട ആ ഭാഗം ബൈബിളിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കുമെന്ന് പപ്പയടുത്ത് ചോദിച്ചു. അപ്പോൾ സന്തോഷത്തോടുകൂടി തന്നെ പപ്പ വായിച്ച് കേൾപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് വായിച്ച് കേൾപ്പിച്ചു. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു.
അവൻ്റെ അമ്മയായ മറിയ യോസേഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുൻപേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപാതം വരുത്തുവാൻ അവന് മനസ്സിലാഴിക കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ ധരിച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവളൊരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. കന്യാഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവനെ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. യോസേഫ് ഉറക്കമുണർന്നു. കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ടു മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകനെ അവൻ യേശു എന്ന് പേർ വിളിച്ചു. പള്ളിയിൽ നിന്ന് വന്ന കരോള് ക്രിസ്തുമസിൻ്റെ ദിവസം, അതായത് രാത്രി കൃത്യം 12 മണിക്കാണ് കരോൾ എത്തിയത്. അപ്പോൾ കരോള് കഴിഞ്ഞിട്ട് അവർ പ്രാർത്ഥിച്ചൊക്കെ പോയി. അപ്പോൾ നല്ലൊരു ക്രിസ്തുമസ് മൊമെൻ്റ് ആയിരുന്നു അത്. സാഹചര്യങ്ങൾക്കായി സ്വതന്ത്രം ചെയ്യുന്നു. ഇതിൽ പാർക്കിന്റെ മക്കളെ ഓരോരുത്തരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആവശ്യങ്ങളിൽ കൂടെ ഉണ്ടായിരുന്ന വഴി നടത്തുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. വെച്ചാൽ പുതിയ വർഷം പുതിയ നന്മകളായി നിറയ്ക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. വാർത്തനായിട്ട് സ്വതന്ത്രം സകലേശ്വരജനം തന്നെ ഭൂമിയിൽ ഉണ്ടായിരിക്കട്ടെ. പിന്നെന്താ, രാവിലെ നമ്മൾ കേക്ക് കട്ട് ചെയ്തു, എല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചു. നമ്മൾ ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞു. ആരവിൻ്റെ ചെറിയൊരു DJ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു രാത്രിയിൽ. പിന്നെന്താണ്, ഞങ്ങൾ കള്ളനും പോലീസും കളിച്ചു. അങ്ങനെ എല്ലാവരും ഒത്തുചേർന്ന് സന്തോഷത്തോടു കൂടിയുള്ള 2023 നമ്മുടെ ഈ ക്രിസ്തുമസും ഇവിടെ കഴിഞ്ഞു. നമ്മൾ 2024 എത്തി. നമ്മുടെ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞതാ, എല്ലാവരും വീണ്ടും ബാക്ക് ടു നമ്മുടെ നോർമൽ ലൈഫിലോട്ട് എത്തി. ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും ഓട്ടപ്പാച്ചിലാണ്. അപ്പോൾ എല്ലാവർക്കും പ്രതീക്ഷയുടെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ പുതുവർഷം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓ മോനെ സീന് സൂപ്പർ. ഞങ്ങളുടെ ഈ കൊച്ചു ക്രിസ്മസ് ആഘോഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് തരിക. നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം.